നമസ്കാരം, ഞാൻ ഡോക്ടർ കാർത്തിക. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ തടി കുറയ്ക്കാനും പിന്നെ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയെ കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് വീഡിയോ മുഴുവൻ കാണണം. നമുക്കറിയാം അല്ലേ, ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയും നമ്മുടെ തടി കുറയ്ക്കാൻ വേണ്ടിയും ചാടിയ വയറ് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ ഒരുപാട് ഫലപ്രദമായിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കുന്നവരാണ് നമ്മൾ, സ്ത്രീ പുരുഷ ഭേദമന്യേനെ അല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കറിയാം ഈ ചാടിക്കിടക്കുന്ന വയറ് അല്ലെങ്കിൽ അടിവയറ്റിലെ കൊഴുപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അടിവയറ്റിലെ കൊഴുപ്പ് പെട്ടെന്ന് അടിഞ്ഞു കൂടുകയും ചെയ്യും, അത് തിരിച്ച് പോകാനും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടാണ്. അപ്പോൾ അതിനായിട്ട് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയെ കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ അടുക്കളയിലിരിക്കുന്ന ആരോഗ്യകരമായിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ഉണ്ട് അല്ലേ. അതായത് അതിലൊന്നാണ് ജീരകം അല്ലേ. ജീരകം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ജീരകം എന്ന് പറയുന്നത്. ഈ ജീരക വെള്ളം അല്ലേ നമ്മൾ സാധാരണ കുടിക്കാറുണ്ട്. ഈ ജീരക വെള്ളം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗ്യാസിൻ്റെ പ്രോബ്ലത്തിനും നമ്മുടെ അസിഡിറ്റിക്കും നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ദഹന പ്രക്രിയ നന്നാകാനും നമ്മുടെ കോൺസ്റ്റിപ്പേഷനൊക്കെ മാറാനും ഒക്കെ നമ്മൾ കുടിക്കുന്നതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഭക്ഷണത്തിന് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞൊക്കെ ജീരക വെള്ളം ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ജീരകം എന്ന് പറയുന്നത് തന്നെ പിന്നെ പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് ദഹനം നന്നാകാനും ഭക്ഷണം വിശപ്പ് കൂടാനും ഒക്കെ സഹായിക്കുന്ന ഒന്നും കൂടെയാണ്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ജീരകം എടുക്കുക, ചെറുജീരകം എടുത്തിട്ട് നന്നായിട്ട് വറക്കുക. പിന്നെ അതിലോട്ട് ഇപ്പം നിങ്ങൾക്ക് ഷുഗർ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവരാണെങ്കിൽ ജീരകത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഈ കറിവേപ്പിലയും ജീരകം കൂടെ നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ തൊട്ട് കുറച്ച് സിനമൺ കറുവപ്പട്ട ആഡ് ചെയ്യുക. കറുവപ്പട്ട നന്നായിട്ട് വറക്കുക. പിന്നീട് കുറച്ച് ഗ്രാമ്പു ക്ലോവ്സ് ആഡ് ചെയ്യുക, നന്നായിട്ട് വറക്കുക. എന്നിട്ട് കുറച്ച് അയമോദകം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് എയർ കയറാത്ത ഒരു ചെറിയ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കാം. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് വെറും വയറ്റിൽ ചെറു ചൂടുവെള്ളത്തിൽ ഈ പൊടി നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇച്ചിരി തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, ശരീരത്തിനും വളരെ നല്ലതാണ്. അത് ശരീരഭാരം കുറയ്ക്കാനും നമ്മുടെ അടിവയറ്റിനെ കൊഴുപ്പിനെ ബേൺ ചെയ്ത് കളയാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്. ജീരകം എന്ന് പറയുന്നത് നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തി നമ്മുടെ ദഹന പ്രക്രിയ ഈസി ആക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ജീരകം എന്ന് പറയുന്നത് അല്ലെ. പിന്നീട് കറുവപ്പട്ട എന്ന് പറയുന്നത് വളരെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ കൊഴുപ്പിനെ കാലറിയൊക്കെ ബേൺ ചെയ്ത് കളയാനും ഒക്കെ വളരെ നല്ലതാണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ ബെസ്റ്റാണ് കറുവപ്പട്ട അല്ലേ. അപ്പോൾ ഈ കറുവപ്പട്ട ആഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പിനെ ബേൺ ചെയ്ത് കളയാനും ഒക്കെ സഹായിക്കും. ശരീരഭാരം നിലനിർത്താനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ കറുവപ്പട്ട എന്ന് പറയുന്നത്. പിന്നീട് ഗ്രാമ്പൂ അല്ലെങ്കിൽ ക്ലോവ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ക്ലോവ്സിന് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തി നമ്മുടെ ഡൈജഷനെ ഈസി ആക്കാനും പിന്നെ നമ്മുടെ വയറ്റിൽ നിന്നുള്ള വിഷാംശങ്ങളെ പുറന്തള്ളാനും ഗ്രാമ്പൂ എന്ന് പറയുന്നത് ബെസ്റ്റാണ്. പിന്നെ അതിനകത്ത് യുജിനോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് അത് ആൻറ്റി ബാക്ടീരിയലും ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ പ്രസവശേഷം കഴിഞ്ഞ് യൂട്രസിനെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഗ്രാമ്പൂ വളരെ നമ്മൾ ട്രഡീഷണലി ഉപയോഗിക്കുന്നതാണ്, വളരെ നല്ലതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു എഫക്റ്റ് ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്നതിലൂടെ സ്വാദ് കൂട്ടാം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമ്മുടെ PCOSനെ കൺട്രോൾ ചെയ്യാനും ഹോർമോൺ ബാലൻസിനൊക്കെ വളരെ നല്ലതാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത്. പിന്നീട് അയമോദകം നമുക്കറിയാം, ഒരു വയറുവേദന വന്നാലോ നമുക്കൊരു ഗ്യാസിൻ്റെ പ്രോബ്ലം വന്നാലോ ഒരു നെഞ്ചരിച്ചിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് കഴിക്കുന്ന അയമോദകം അല്ലേ. അയമോദകം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ദഹന പ്രക്രിയ ഈസി ആക്കാനും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ കുറയ്ക്കാനും അസിഡിറ്റി കുറയ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അയമോദകം എന്ന് പറയുന്നത്. അടിവയറ്റിലെ കൊഴുപ്പിനെയൊക്കെ കുറച്ച് നമ്മുടെ ഗ്യാസ്ട്രിക് കംപ്ലൈൻസിനെയൊക്കെ മാറ്റി നമ്മുടെ മലബന്ധമൊക്കെ മാറ്റി നന്നായിട്ട് മോഷനൊക്കെ പോയി വയറിനെ ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ അയമോദകം. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ചെറുജീരകത്തിൻ്റെ പൊടി, പിന്നെ അയമോദകം, കറുവപ്പട്ട, നമ്മുടെ ക്ലോവ്സ്, നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ വറുത്ത് പൊടിച്ച് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ശരീരഭാരം കുറച്ച് നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പിനെ നന്നായിട്ട് അത് നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടാണിത്. പിന്നെ നമ്മുടെ ദഹന പ്രക്രിയ നന്നാകാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഔഷധക്കൂട്ട് വളരെ ആരോഗ്യം തരുന്ന ഒന്നാണ്. നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും അടിവയറ്റിലെ കൊഴുപ്പിനെ കുറച്ച് ഭാരം കുറയ്ക്കാനും നമ്മുടെ ശരീരാകൃതി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഗ്യാസ് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ മാറ്റാനും നമ്മുടെ ഹോർമോണൽ മെൻസ്ട്രൽ ക്രാംസ് അല്ലെ നമ്മുടെ അയമോദകം പോലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന നമ്മുടെ മെൻസ്ട്രൽ ക്രാംസിനെയൊക്കെ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന, അതുപോലെ തന്നെ PCOD തൈറോയിഡിന് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് അയമോദകം എന്ന് പറയുന്നത്. ഹോർമോണൽ ബാലൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔഷധ കൂട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉൾപ്പെടുത്താത്തവരാണെങ്കിൽ നിങ്ങൾ ഇന്നാളെ തൊട്ട് തന്നെ അത് ഉൾപ്പെടുത്തി അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് എല്ലാവരും ആരോഗ്യമായിട്ടിരിക്കണം.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി കാണാം. നന്ദി, നമസ്കാരം.